അൾത്താരയിൽ കാഴ്ചയർപ്പിക്കാം തിരുസുതനേശുവിൻ അർച്ചനയാ. തിരുസുതനേശുവിൽ അർച്ചനയാ. ജീവിതമാകുമീ നിറപുഷ്പത്തെ ഞാൻ ഇരുത്തെടുത്തിതാ ഒരുക്കിടുന്നു. തവ തിരുസന്നിധി പൂജയ്ക്കായിതാ കാഴ്ചയായി ഞാൻ ഈകിടുന്നു. അൾത്താരയിൽ കാഴ്ചയർപ്പിക്കാം തിരുസുതനേശുവിൻ അർച്ചനയാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ ഇന്ന് രക്തസാക്ഷികളായ പോൾ മിക്കിയുടെയും സഹചരന്മാരുടെയും ഓർമ്മ ആഘോഷിക്കുകയാണ്. ജപ്പാനിൽ നിന്നുള്ള രക്തസാക്ഷികളാണ് ഈ വിശുദ്ധർ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 1500-കളിൽ ജപ്പാൻ സന്ദർശനത്തിനിടയ്ക്ക് ക്രിസ്തീയ വിശ്വാസം അവിടെ പാകിയപ്പോൾ വളരെയധികം ആളുകളാണ് അവിശ്വാസത്തിലേക്ക് നടന്നെടുക്കുക. അതിലേറ്റവും പ്രമുഖരായ വ്യക്തികളായിരുന്നു പോൾ മിക്കിയും അദ്ദേഹത്തിൻ്റെ സഹചരന്മാരും. അനേകം വ്യക്തികൾ ഈശോയെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണകൂടം വലിയ മതമർദ്ദനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ ഈ ചിത്രങ്ങൾ വഴിയിൽ വിതറി അതിലൂടെ നടന്നു പോകുവാനായിട്ട് ക്രിസ്തീയ കുടുംബങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ചെയ്യാതിരുന്ന ആളുകളെ രക്തസാക്ഷിത്വത്തിലേക്ക് തള്ളിവിടുന്നു. പോൾ മിക്കിയും സഹചരന്മാരും കുരിശിൽ കർത്താവിനെ പോലെ മരിച്ചു വീഴുന്നുണ്ട്. എന്നാൽ തങ്ങൾ മനസ്സിലാക്കിയ ഈശോ എന്ന സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസം ലോകം മുഴുവൻ അദ്ദേഹം പ്രഘോഷിക്കുന്നു. സുവിശേഷത്തിലും നാം ഈ വായനയിൽ വായിക്കുമ്പോൾ വിശുദ്ധ സ്നാപ യോഹന്നാൻ്റെ രക്തസാക്ഷിത്വം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. സത്യത്തിന് വേണ്ടി മരിച്ച, രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധൻ. പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവാകുന്ന സത്യത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ ലോകം എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് നൽകിയാലും അതിൽ നിന്നെല്ലാം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം നൽകുന്നവരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി ഒന്ന് ചേർന്നർപ്പിക്കാം. അതിനായി നാം ചെയ്തുപോയ എല്ലാ പാപങ്ങളും കർത്താവിൻ്റെ മുന്നിൽ ഈ നിമിഷം നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധരുടെയും ശക്തി കേന്ദ്രമായ ദൈവമേ, രക്തസാക്ഷികളായ വിശുദ്ധ പോൾ മിക്കിയെയും സഹചരന്മാരെയും കുരിശിലൂടെ ജീവനിലേക്ക് വിളിക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങനെ അവരുടെ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾ പ്രാപിക്കുന്ന വിശ്വാസം മരണം വരെ ധീരമായി മുറുകെ പിടിക്കുവാൻ അനുഗ്രഹം വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 47, 2 മുതൽ 11 വരെ വാക്യങ്ങൾ. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻ കുട്ടികളോട് എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടെന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിൻ്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലതുകരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിൻ്റെ കിരീടമണിയിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്തരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതാ ബലിയർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തെ സ്തുതിച്ച് പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനമാലപിക്കാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ നാമം സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവൻ്റെ പാപം നീക്കിക്കളയുകയും അവൻ്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടി നൽകി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. എല്ലാവരും എൻ്റെ രക്ഷയുടെ ദൈവം, എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. സ്തുതിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. എൻ്റെ രക്ഷയുടെ ദൈവം, എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. സ്തുതിക്കപ്പെടട്ടെ. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ആകയാൽ കർത്താവെ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും. അങ്ങയുടെ നാമം പാടിപ്പുകഴ്ത്തും. എൻ്റെ രക്ഷയുടെ ദൈവം, എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. സ്തുതിക്കപ്പെടട്ടെ. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷക്തനോട് എന്നേക്കും കരുണ കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. എൻ്റെ രക്ഷയുടെ ദൈവം, എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. സ്തുതിക്കപ്പെടട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ അനുഗ്രഹീതർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഹെരോദേസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയ ആണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെപ്പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പ്രസ്താവിച്ചു, ഞാൻ ശിരശ്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവനിങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവളുടെ മകൾ നൃത്തം ചെയ്ത് ഹെറോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപ യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപ യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളതും എന്നുള്ളതും ദേഹവും എന്റെയും സ്നേഹമോടേകാം കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലിയെ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച ഈ കാണിക്കകൾ തെളിവാർന്ന കാരുണ്യത്തോടെ അങ്ങ് കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ഈ കാണിക്കകൾ സമ്പൂരിതമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ സ്നേഹം ഉത്തേജിപ്പിക്കുകയും ചെയ്യണമേ. ഈ സ്നേഹത്താലാണല്ലോ രക്തസാക്ഷികളായ പോൾ മിക്കിയും സഹചരന്മാരും എല്ലാ ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷികളായ വിശുദ്ധ പോൾ മിക്കിയും സഹചരന്മാരും ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടെ ഈ പരിശുദ്ധമായ അൾത്താരയിലേക്ക് വിശ്വാസത്തോടെ എളിമയോടുകൂടി നമുക്കൊന്ന് കാഴ്ചവെക്കാം. ഏറെ പ്രത്യേകമായി ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് നമ്മളോട് അരുൾ ചെയ്ത ആ സത്യസ്നേഹമായ ഈശോയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നയിക്കാനും സത്യത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുവാനും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് കൂടെ പ്രാർത്ഥിച്ച് ഭക്തിയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവെ, സർവ്വശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും ആന്റണി മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വിശുദ്ധ പോൾ മിക്കിയോടും സഹചരന്മാരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം.
ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്തസാക്ഷികളായ വിശുദ്ധ പോൾ മിക്കിയുടെയും സഹചരന്മാരുടെയും സ്മരണാഘോഷത്തിൽ ഒരേ അപ്പത്തിൻ്റെ ഭോജനത്താൽ നവീകൃതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സ്നേഹത്തിൽ ഞങ്ങളെ സദാ സ്ഥിരീകരിക്കുകയും നവജീവനിൽ ചരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. സ്വസ്തി ജപമാലറാണി, സ്വസ്തി നന്മ പൂരിത കന്നി, മാനവർക്കു തുണയായ അരികെ വാഴ്ക വിണ്ണിൻ രാജകുമാരി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. സ്വസ്തി ജപമാലറാണി, സ്വസ്തി നന്മ പൂരിത കന്നി, മാനവർക്കു തുണയായ അരികെ വാഴ്ക വിണ്ണിൻ രാജകുമാരി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.